ഇത് അർത്തുങ്കൽ സെൻറ് ആൻഡ്രൂസ് ദേവാലയം. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ ചേർത്തല തെക്ക് പഞ്ചായത്തിലാണ് ഈ പുണ്യസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കടൽ തീരത്തു നിന്നും 1/2 കിലോമീറ്റർ കിഴക്കുമാറി പോർച്ചുഗീസ് മാതൃകയിൽ പണിത ഈ പള്ളിയുടെ പുറകിലായിട്ട് പഴയ പള്ളിയും സംരക്ഷിച്ചു പോരുന്നു. ലോകത്ത് തന്നെ മാതൃകയായ ഈ പുണ്യസങ്കേതത്തിൽ ക്രൈസ്തവർ മാത്രമല്ല, നാനാജാതി മതസ്ഥരും ഭക്തരായി വരാറുണ്ട്. എല്ലാത്തിനും ഉപരിയായി ഇതര മതസ്ഥർക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥനയും നടത്താറുണ്ട്. ഇവിടുത്തെ ചരിത്രത്തെക്കുറിച്ചും പ്രധാന നേർച്ചയെക്കുറിച്ചും തിരുനാൾ ആഘോഷത്തെക്കുറിച്ചുമൊക്കെ അറിയുന്നതിനായി ഞങ്ങൾ പള്ളി വികാരിയായ ഫാദർ യേശുദാസ് കാട്ടിങ്കൽ തൈലിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും ഞാൻ ഫാദർ യേശുദാസ് കാട്ടിങ്കൽ തൈയിൽ അർത്തുങ്കൽ ബസിലിക്കയുടെ റെക്ടറും വികാരിയുമായി സേവനം ചെയ്യുന്നു. കഴിഞ്ഞ 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ അഡ്മിനിസ്ട്രേറ്ററായി സേവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടുത്തെ വികാരിയും റെക്ടറുമായി സേവനം ചെയ്യുകയാണ്. അർത്തുങ്കൽ തിരുനാളിനെക്കുറിച്ചും ഞങ്ങളുടെ സെബസ്ത്യാനോസ് പുണ്യാളിനെക്കുറിച്ചുമുള്ള ചെറിയൊരു വിവരണമാണ് നിങ്ങളെ അറിയിക്കുന്നത്. 1645 ഈ രൂപം അത്ഭുതകരമായി അറബിക്കടലിലൂടെ ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള മിലാൻകാരുടെ നേർച്ചയുടെ ഭാഗമായി ഈ വഴി കടന്നു പോവുകയും ഇവിടെ ഉണ്ടായിരുന്ന അന്നത്തെ അച്ഛനും അതുപോലെ അവിടുത്തെ പായ്ക്കപ്പൽ ഓടിച്ച് കപ്പിത്താനും ഉണ്ടായ ദർശനപ്രകാരം അർത്തുങ്കൽ തീരത്തേക്ക് ഈ രൂപം കൊണ്ടുവരികയായിരുന്നു. ഈ രൂപം നിർമ്മിച്ച് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ ഉള്ള അവരുടെ ആഗ്രഹം 1500കളിൽ യൂറോപ്പിലുണ്ടായിരുന്ന പ്ലേഗ് ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പെഴുന്നള്ളിച്ച് നേർച്ചയായി തെരുവീഥികളിലും ഭവനങ്ങളിലും നടന്നതിൻ്റെ നന്ദി സൂചകമായും പ്ലേഗ് മാറിക്കിട്ടിയതിൻ്റെയും ഒക്കെ നന്ദിയായി അവരുടെ ഒരു നേർച്ചയായിരുന്നു ലോകം മുഴുവൻ ഈ രൂപവുമായി സഞ്ചരിക്കാൻ. അങ്ങനെയാണ് അവർ കപ്പൽ യാത്ര നടത്തുന്നത്. അത് 1645 ഈ പള്ളിയിലെത്തുകയായിരുന്നു. അങ്ങനെ 1646 മുതൽ ഇവിടെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ജനുവരി 10-ാം തീയതി മുതൽ ജനുവരി 27-ാം തീയതി വരെ 18 ദിവസങ്ങൾ നീളുന്ന തിരുനാൾ ദിവസങ്ങളായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് 2026 ജനുവരി മാസം ആഘോഷിക്കുന്നത് 380ാമത്തെ തിരുനാളാണ്. അപ്പോൾ ആ തിരുനാളിൻ്റെ ഒരുക്കങ്ങളിലേക്ക് പള്ളി പ്രവേശിച്ചു തുടങ്ങുന്ന ദിവസങ്ങളാണ് ഈ ജൂൺ മാസത്തിൻ്റെ അവസാന ഭാഗം. പള്ളിയും പരിസരവും റെഡിയാക്കുകയും പിന്നീട് നോട്ടീസും അഭിനന്ദ പിതാക്കന്മാരെ ക്ഷണിക്കലുമൊക്കെയായി 5 മാസം നീളുന്ന പ്രിപ്പറേഷനിലേക്ക് നമ്മൾ പോവുകയായിരിക്കും ഈ മാസങ്ങളൊക്കെയും. ഇനി ഇവിടുത്തെ നേർച്ചയായിട്ടുള്ള പ്രധാന നേർച്ച അമ്പ് നേർച്ചയാണ്. അത് വിശ്വാസികൾ തങ്ങൾക്ക് കിട്ടിയ രോഗശാന്തിക്കായും തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കുമായും ഈ വിശുദ്ധൻ വഴി ലഭിച്ച മാധ്യശക്തിക്ക് നന്ദിയായും ഇവിടെ ഓഫീസിൽ നിന്ന് അമ്പ് നേർച്ച വാങ്ങി പള്ളിക്ക് 1 പ്രാവശ്യമോ അല്ലെങ്കിൽ 3 പ്രാവശ്യമോ പ്രദക്ഷിണം നടത്തി വിശുദ്ധൻ്റെ തിരുസ്വരൂപം അലങ്കരിച്ച് വെച്ചിട്ടുള്ള നടയിൽ സമർപ്പിച്ച് തങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ച ആയിട്ടിവിടെയുള്ളത്. ഇതുകൂടാതെ നമ്മൾ ഓരോരുത്തർക്കും ലഭിക്കുന്ന ശാരീരികമായ അസുഖങ്ങളുടെ മാറിക്കിട്ടിയതിനും മോചനം ലഭിച്ചതിനുമൊക്കെയായി നേർച്ച നേരുന്നവരുമുണ്ട്. അവരും ഇവിടെ എത്തി നേർച്ച സമർപ്പിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നു. ഈ ദേവാലയത്തിൽ രാവിലെ 5:30 മണിക്കും രാവിലെ 7 മണിക്കും വൈകുന്നേരം 5:30 മണിക്കും എപ്പോഴും പ്രാർത്ഥനയും ദിവ്യബലിയും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. അത് എല്ലാ ദിവസവുമുണ്ട്. ഞായറാഴ്ചയാണെങ്കിൽ ഇവിടെ 6 ദിവ്യബലികളാണുള്ളത്. അങ്ങനെ ഏറെ ശ്രദ്ധേയമായ ഒരു പക്ഷേ കേരളത്തിലെ ടൂറിസം മാപ്പിൽ ഇടമുള്ള ഒരേ ഒരു ദേവാലയമാണ് അർത്തുങ്കൽ സെൻറ് ആൻഡ്രൂസ് ബസിലിക്ക. ഈ ബസിലിക്കയിലേക്ക് നിങ്ങളെ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. പിന്നീട് ശബരിമലയുമായിട്ടുള്ള അർത്തുങ്കൽ പള്ളിയുടെ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് 30-ൽ പരം വർഷങ്ങളായി ഭക്തർ ഇവിടെ എത്തുകയും തങ്ങളുടെ നേർച്ച പൂർത്തിയാകാൻ പ്രാർത്ഥിച്ച് ധ്യാനാത്മകമായി അണിഞ്ഞ മാല ഈ വിശുദ്ധൻ്റെ നടയിലെത്തി ഊരി സമർപ്പിച്ചു പോകുന്ന ഒരുപാട് അയ്യപ്പ ഭക്തരെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ അർത്തുങ്കൽ വരുന്ന അയ്യപ്പ ഭക്തരെ ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു. അവർക്കായി വിശുദ്ധനോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അയ്യപ്പ ഭക്തരിവിടെ വന്നു പോകുന്നത്. ഇനി ഈ വിശുദ്ധനെ കുറേ വർഷങ്ങളായി ഞങ്ങൾ വെളുത്തച്ഛൻ എന്ന് വിളിക്കുന്നു. വെളുത്തച്ഛൻ എന്ന് വിളിക്കുന്നത് അതിനു മുമ്പ് ഇവിടെ ഒരു
ഇറ്റലിക്കാരനായ ജാക്കോമോ ഫിനീഷ്യോ എന്ന് പറയുന്ന ഒരു അച്ഛൻ ഇവിടെ ജീവിച്ചിരുന്നു. ഏതാണ്ട് 33 വർഷക്കാലം ഈ പള്ളിയുടെ വികാരിയായി സേവനം ചെയ്തിരുന്നു. ആ കാലയളവിൽ ഈ അച്ഛൻ വെളുത്തതായിരുന്നതുകൊണ്ടും ഇറ്റാലിയൻ ആയിരുന്നതുകൊണ്ടും അദ്ദേഹത്തെ പേരിനേക്കാൾ ഉപരി വെളുത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നു. വെളുത്തച്ഛൻ ഇവിടെ നിന്ന് പോയി, ജാക്കോമോ ഫിനീഷ്യോ അച്ഛൻ പോയതിന് ശേഷമാണ് ഇവിടെ ഈ രൂപം എത്തുന്നത്. അച്ഛൻ അന്നത്തെ കാലത്ത് വലിയൊരു നെഗോഷിയേറ്ററായി പ്രവർത്തിച്ചിരുന്നു. അത്യാവശ്യം നാട്ടുവൈദ്യം അറിയാവുന്ന, അത്യാവശ്യം ഇംഗ്ലീഷ് വൈദ്യം അറിയാവുന്ന, ഹോമിയോ മരുന്നിൻ്റെ വിശദാംശങ്ങൾ അറിയാവുന്ന ആളായിരുന്നു. അപ്പോൾ രോഗികളായവരും ഭക്തരായവരും ഒരുപക്ഷെ ഇത്രയും വിപുലമായ രാഷ്ട്രീയ തർക്കങ്ങളല്ലെങ്കിലും രാജഭരണകാലമാണെങ്കിലും രാജാവിനോടും അതുപോലെ ഇതര ഒഫീഷ്യൽസിനോടും സംസാരിക്കാൻ പറ്റുന്ന പാഠവും അച്ഛൻ ഉണ്ടായിരുന്നതുകൊണ്ടും അച്ഛൻ അറിയപ്പെട്ടിരുന്നത് ഒരു പൊളിറ്റിക്കൽ നെഗോഷിയേറ്ററായിട്ടാണ്. അങ്ങനെ അച്ഛൻ്റെ ശ്രമഫലമായിട്ടാണ് ഈ പള്ളിയുടെ ഇത്രയും പുരോഗതി ഉണ്ടാകുന്നത്. അത് 1580കളിലാണെന്ന് ഓർക്കണം. ഈ പള്ളി 1581 സ്ഥാപിതമാകുന്നു. ഈ പള്ളി ഈ വർഷം ഞങ്ങൾ ആഘോഷിക്കുന്നത് 444ാമത്തെ വർഷമാണ്. ഈ പള്ളി ഒരു സെൻ്റ് അന്ത്രയ മിഷൻ്റെ ഭാഗമായി നിലവിൽ വന്നതാണ്. അതുകൊണ്ടാണ് ഈ ബസിലിക്കയ്ക്ക് സെൻറ്റ് ആൻഡ്രൂസ് ബസിലിക്ക എന്ന പേര് തന്നെ വരാൻ കാരണം. അപ്പോൾ 1581 സ്ഥാപിതമാകുന്ന പള്ളി, ഇപ്പം നമ്മൾ കാണുന്ന ഈ കരിങ്കൽ പള്ളി 1967 പണി കഴിപ്പിച്ച് പൂർത്തീകരിച്ചതാണ്. അതിൻ്റെ പുറകിലുള്ള പള്ളിയാണ് 1581 അന്ന് ആദ്യം മുകളിൽ ഓലയായും പിന്നീട് അത് ഓടാക്കുവാനും തടി വയ്ക്കുവാനും പിന്നീട് കുമ്മായത്തിൻ്റെ ഭിത്തികളുണ്ടാക്കുവാനും സാവധാനം വന്ന അനുവാദങ്ങളായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഏകദേശം 444 വർഷം പിന്നിടുന്ന അർത്തുങ്കലിൻ്റെ മഹാചരിത്രത്തിലേക്കും വിശ്വാസ കൂട്ടായ്മയിലേക്കും മതമൈത്രിയിലേക്കുമൊക്കെ ജനങ്ങൾ വന്നു ചേരുന്ന ഒരു തിരുനാൾ ദിവസങ്ങളായിരിക്കും 2026 ജനുവരി 10 തുടങ്ങുന്ന തിരുനാളെന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ. എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആളുകളെയും ഒന്നിപ്പിക്കുന്ന ഈ ദേവാലയത്തിൽ രോഗങ്ങൾ മാറാനുള്ള ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അറബിക്കടലിൻ്റെ ശാന്തമായ പശ്ചാത്തലത്തിൽ ആശ്വാസവും അത്ഭുതങ്ങളും തേടി നാടിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള തീർത്ഥാടകർ ഇവിടെ ഒത്തുകൂടുന്നു.